റസീനയുടെ മരണത്തിലേക്ക് നയിച്ച ആൾക്കൂട്ട വിചാരണയിൽ തങ്ങൾക്ക് പങ്കില്ല എന്നതാണ് SDP വാദം. എന്നാൽ പിണറായി പറമ്പായിൽ മുൻപും SDP പ്രവർത്തകർ ആൾക്കൂട്ട വിചാരണ നടത്തി എന്നതാണ് പുതിയ വെളിപ്പെടുത്തൽ. CPM പിണറായി ഏരിയ സെക്രട്ടറി K ശശിധരനാണ് ഇത് സംബന്ധിച്ച കാര്യം വ്യക്തമാക്കിയത്. ഇത് ഈ സംഭവം മാത്രമല്ല ഇവർ നടത്തിയിട്ടുള്ളത്. ഈ ഇടയ്ക്ക് നെട്ടൂരിലൊരു ഒരു കുടുംബം അവിടെ വാടകയ്ക്ക് താമസിക്കും വന്ന വീട്ടിൽ ഒരു സ്ത്രീയും പുരുഷനും അവിടെ വന്നപ്പോൾ അവരെ ചോദ്യം ചെയ്ത് സ്ഥിതി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായി എന്നുള്ളത് ഈ അന്വേഷണത്തിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സ്വന്തം മകളുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളായവരെ ഉമ്മ തന്നെ ന്യായീകരിച്ച സംഭവത്തിൽ SDP-യുടെ സമ്മർദ്ദമുണ്ടായി എന്നതാണ് CPM-ന്റെ ആരോപണം. ഇതൊരു നാട്ടിലൊരു അരാജക സംഘമാണ്. അവർ ഈ കുടുംബത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ജീവിക്കാൻ ഭാവിയിൽ ഒരു കുടുംബത്തിലൊരു അസ്വസ്ഥത ഉണ്ടാകും എന്നൊക്കെയുള്ള തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇത്തരത്തിൽ അവർ മാറിപ്പോകുന്നുണ്ട്. അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. റസീനയുടെ മരണത്തിലേക്ക് നയിച്ചത് ആൾക്കൂട്ട വിചാരണയെന്ന് പോലീസും അല്ല എന്ന് കുടുംബവും വാദിക്കുമ്പോഴാണ് റസീനയുടെ ആൺ സുഹൃത്ത് ഇന്ന് പുലർച്ചെ പിണറായി പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. റസീനയുമായി യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടും നടന്നിട്ടില്ലെന്നും ഇൻസ്റ്റാഗ്രാം വഴി 3.5 വർഷം മുമ്പാണ് പരിചയപ്പെട്ടതെന്നും യുവാവ് പോലീസിന് മൊഴി നൽകി. അകാരണമായി തങ്ങളുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തുവെന്നാരോപിച്ച് SDP പ്രവർത്തകർ പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പോലീസ് സ്റ്റേഷന് 300 മീറ്റർ മുൻപിൽ ബാരിക്കേഡ് തീർത്ത് മാർച്ച് പോലീസ് തടഞ്ഞു. ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് നിലവിൽ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി ആൾക്കൂട്ട വിചാരണയടക്കം കണക്കിലെടുത്ത് വകുപ്പുകൾ ചുമത്താനാണ് പോലീസ് നീക്കം. SDP-യുടെ ആൾക്കൂട്ട വിചാരണയ്ക്കെതിരെ DYFI-യും ജനാധിപത്യ മഹിളാ അസോസിയേഷനും ഇന്ന് വൈകുന്നേരം പറമ്പായി ടൗണിൽ ജനസദസ്സും സംഘടിപ്പിക്കും. കണ്ണൂരിൽ നിന്നും ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.